ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഈ മഴക്കാലത്ത് ഛർദി വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു കേസാണ് അല്ലേ. നമ്മളൊക്കെ അത് കുട്ടികളെ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ തളർന്നു പോവുകയും ചെയ്യും. അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനാവും. അപ്പം ആ കാര്യത്തിന് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഛർദിക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ ഇപ്പം നമ്മൾ കാണുന്നത് ഭക്ഷ്യവിഷബാധ, നമ്മളങ്ങനെ കാണുന്നത് ഫുഡ് പോയ്സൺ എന്നുള്ള സംഭവം. അല്ലാത്ത രീതിയിൽ വൈറസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് അല്ലാത്ത ഡയറിയൽ ഡിസീസായിട്ട് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെയൊക്കെ ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അല്ല, നമ്മൾ പറയുന്നതാണ് ഗ്യാസ്ട്രൈറ്റിസ്. പൊതുവേ കുട്ടികൾ രാവിലെ ഒന്നും ഭക്ഷണം കഴിക്കാതെ സ്കൂളിലേക്ക് പോയിട്ട് പിന്നെ കുട്ടികൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക. അപ്പം തന്നെ വയറിലെ അസിഡിറ്റി കൂടിയിട്ടുണ്ടാവും, കുട്ടിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അങ്ങനെ കുട്ടികൾ പിന്നെ ഛർദ്ദിച്ചു തുടങ്ങാം. അപ്പം ആ ഒരു ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അപ്പം അതിന് നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കൊടുക്കാണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ബ്രെയിൻസ് ഫുഡ്. ഭക്ഷണം കൊടുക്കാതെ നമ്മുടെ കുട്ടികളെ ബാക്കി സ്കൂളിലേക്കോ അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററിലേക്കോ ഒന്നും വിടരുത്. കുറച്ച് നേരത്തെ എണീക്കട്ടെ, നിർബന്ധമായിട്ടും കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത ശേഷം മാത്രം സ്കൂളിലേക്ക് വിടുക. മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കാണിക്കുകയും വേണം. ഇനി മൂന്നാമത്തെ റീസണാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം. അല്ലാണ്ട് പടരുന്ന മഞ്ഞപ്പിത്തം വെറും ഛർദി മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ മൂത്രത്തിൻ്റെ കളറൊക്കെ ഒന്ന് നോക്കുക. ചിലപ്പോൾ കളർ ചേഞ്ച് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത ഛർദി ഉണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇനി നാലാമത്തെയാണ് യൂറിനറി ഇൻഫെക്ഷൻ. ചിലപ്പോൾ കുട്ടികൾക്ക് പെയിൻ ഒന്നും പറഞ്ഞൊന്നും വരില്ല, വെറും ഛർദി, ചെറിയ രീതിയിൽ പനി മാത്രമേ ഉണ്ടാവുള്ളൂ. ചില കുട്ടികൾക്ക് അടിവയറ്റിൽ വേദന, മൂത്രമൊഴിക്കുമ്പോൾ വേദന, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ കുട്ടിയുടെ ഛർദി മാറാണ്ട് നിൽക്കണമെങ്കിൽ യൂറിനും ഒന്നും ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എസ്പെഷ്യലി പെൺകുട്ടികൾ സ്കൂളൊക്കെ പോയി തുടങ്ങിയപ്പോൾ ബാത്റൂം ഒന്നും ഇഷ്ടമില്ല എന്നുള്ളതുകൊണ്ട് അവർ രാവിലെ വീട്ടിൽ നിന്ന് മൂത്രം ഒഴിച്ചിട്ട് പോകും, പിന്നെ അവിടെ സ്കൂളിൽ പോയിട്ട് മൂത്രമേ ഒഴിക്കില്ല, തിരിച്ചു വന്നിട്ടായിരിക്കും മൂത്രം ഒഴിക്കുന്നത്. അത് യൂറിനറി ഇൻഫെക്ഷൻ വരാൻ വളരെ കൂടുതൽ ചാൻസ് ഉള്ള കാര്യമാണ്. ഇനി അഞ്ചാമത്തെ റീസൺ ആണ് കുട്ടികളുടെ വയറിലെ അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞ സാധനം. അപ്പൻഡിക്സിൻ്റെ ഇൻഫെക്ഷനാണ് അത്. സാധാരണ ഇൻഫ്ലമേഷൻ എന്നുള്ള നീര് വന്നിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് വയറുവേദന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് യൂഷ്വലി സാധാരണ പനി, വയറുവേദന, ഛർദി, അവിടെയൊക്കെ തൊടുമ്പോൾ വേദന, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പറഞ്ഞ കാര്യങ്ങളൊന്നും കുറവില്ലെങ്കിൽ ഈ ഒരു റീസണും ആവാം. പിന്നെ അടുത്ത റീസണാണ് വയറിൽ ഇങ്ങനെ കയല് കെട്ടിക്കിടക്കുക സംഭവങ്ങൾ. നമ്മൾ കുട്ടികൾക്ക് അറിയില്ല, ലിംഫ് നോഡ് എന്നുള്ള സംഭവം, വെറും ഒരു ഡൾ ഏക്കിങ് പെയിൻ, ഇടയ്ക്ക് ഇങ്ങനെ ഓക്കാനും വരിക, ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് നമ്മൾ ചെയ്യാനുള്ളത് പുറത്തുനിന്നുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കുറച്ച്, ബേക്കറിയും ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കുറച്ചുകൂടി ഒരു ഡയറ്റ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ സംഭവങ്ങൾ കുറയും. പിന്നെ നമ്മൾ അടുത്തത് യൂഷ്വലി നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. പനി, ഛർദിയൊക്കെ വരുമ്പോൾ ചില ഇൻഫെക്ഷൻസ് മസ്തിഷ്ക ജ്വരം, തലച്ചോറിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ആണെങ്കിലും കുട്ടികൾക്ക് വിട്ടുമാറാത്ത ഛർദിയുണ്ട്. അങ്ങനത്തെ കേസിൽ കുട്ടി കുറച്ചൊരു സിക്ക് ലുക്കിംഗ് ആയിരിക്കും, ഒരു ഭയങ്കര ടയേർഡ് ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതും നമ്മുടെ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ നമുക്ക് ആ രീതിയിലേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ജനറലായിട്ട് നമുക്ക് ഛർദിയുടെ കാര്യം. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യം വന്ന 1-2 കാരണങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എന്ന് വിചാരിച്ച് ഛർദി വെറുതെ സീരിയസ് അല്ല എന്ന് വന്ന് വെച്ചുകൊണ്ടിരിക്കരുത്. എന്നാലും നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് വേണ്ട വിധത്തിൽ ടെസ്റ്റുകൾ ചെയ്ത് അതിനനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.